മനുഷ്യൻ്റെ മനസ്സ് ഒരു വല്ലാത്ത പ്രഹേളികയാണ്. പലവിധ വിഷയങ്ങളും പലവിധ വിചാരവികാരങ്ങളുമായി കെട്ടുപിണഞ്ഞു നിൽക്കുന്ന ഒരു പടലം, അതാണ് മനുഷ്യ മനസ്സ്. എല്ലാവരും സുഖത്തിനായി കാക്ഷിക്കുന്നുവെങ്കിലും സുഖം വളരെ അപൂർവം പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതിനായി പ്രാചീന പദ്ധതികളെ കാട്ടിലും മലകളിലും ഗഹ്വരങ്ങളിലും ഒക്കെ തപസ്സിരുന്ന് നേടിയ ഏകദാനം താപസന്മാരൊഴിച്ച് മറ്റാരും തന്നെ സുഖം അനുഭവിക്കുന്നതായി കാണപ്പെടാറില്ല. പക്ഷേ നമ്മൾക്ക് അതിനുള്ള അർഹതയില്ലേ? അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് അഘോറിൻ്റെ വെൽനസ് പ്രോഗ്രാം. അതിനായി മനസ്സിൽ കെട്ടിക്കിടക്കുന്ന പലവിധ ഊർജങ്ങൾ, നമ്മളുടെ കർമ്മബാധകൾ, നമ്മൾ സ്വഭാവങ്ങളായി അനേക കാലങ്ങളായി വെച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിന് വിരുദ്ധമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ, ഇവയൊക്കെ മാറ്റിമറിക്കണ്ടേ? ഇവയൊക്കെ മാറ്റി എഴുതണ്ടേ? അതിനായിട്ട് ഉള്ള ഒരു പ്രോഗ്രാം, ക്ലെൻസിങ് പ്രോഗ്രാം, മെൻ്റൽ ക്ലെൻസിങ് പ്രോഗ്രാം നമുക്ക് നിർബന്ധമായിട്ട് ചെയ്തല്ലേ പറ്റുകയുള്ളൂ. ഇന്നലെ വരെ നിങ്ങൾ ചിന്തിച്ചിരുന്ന ചിന്തകളും ഇന്നലെ വരെ നിങ്ങൾ അനുവർത്തിച്ചിരുന്ന ആചാരവിചാരങ്ങളും സ്വഭാവ സവിശേഷതകളും തന്നെ നിങ്ങൾ ഇന്നും പിന്തുടർന്നാൽ, നാളെയും അത് തന്നെ അനുവർത്തിച്ചാൽ നിങ്ങളുടെ ഇന്നലെ പോലെ തന്നെ ആയിരിക്കില്ലേ നിങ്ങളുടെ നാളുകളും? ഒരു മാറ്റം അനിവാര്യമല്ലേ? മുമ്പ് പോലെ ചിന്തിക്കുക, മുമ്പ് പോലെ പെരുമാറുക, എന്നിട്ട് ഒരു പുതിയ റിസൾട്ട്. എന്താണോ നിങ്ങളുടെ വിചാരം, എന്താണോ നിങ്ങളുടെ പ്രവൃത്തി, അതല്ലേ നിങ്ങളുടെ നാളെയെ ശോഭനമാക്കുന്നതോ നശിപ്പിച്ച് കളയുന്നതോ? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ മാറ്റം കൊണ്ടുവരേണ്ടത്, പുതിയ ഊർജങ്ങളെ മനസ്സിൽ നിറയ്ക്കേണ്ടത്, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അനന്ത ശക്തിയെ ഉണർത്തിയെടുക്കേണ്ടത്. ഇതെല്ലാം ജീവിതത്തിന് ആവശ്യമല്ലേ? ജീവിത വിജയത്തിന് അത്യാവശ്യമല്ലേ? അതിനെ പ്രാചീന ഭാഷയിൽ കുണ്ഡലിനിയുടെ ഉത്ഥാനം എന്നൊക്കെ പറയും. നിങ്ങളുടെ മനസ്സാണ് കുണ്ഡലിനി. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അഗാധമായ മനസ്സ്, ആജ്ഞാന സാഗരത്തിൽ ആറാടിയിരിക്കുന്ന മനസ്സിൽ ശുദ്ധത കൊണ്ടുവന്ന് അതിനെ മുകളിലേക്ക് ഉയർത്തി നിങ്ങളുടെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ആ പരമ ആകാശത്തെ പ്രാപിച്ച് തെളിഞ്ഞു വിളങ്ങുന്ന ബോധസത്യമായി നിങ്ങളെ മാറാൻ, നിങ്ങൾ ഉണരാൻ അഘോരൻ ആഹ്വാനം ചെയ്യുന്നു. ഉണരൂ, എഴുന്നേൽക്കൂ, ആ സത്യബോധത്തിലേക്ക് എത്തിച്ചേരൂ.